വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 144. കുറേ നാളായിട്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമായിരുന്നു 20K സബ്സ്ക്രൈബേഴ്സ് ആവാനായി. പക്ഷേ ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കര കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് വെക്കാട്ടോ. എന്നാൽ മാത്രമേ ബാക്കിയുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ റെക്കമെൻഡേഷൻ ആയിട്ട് പോകത്തുള്ളൂ. ഫസ്റ്റ് ആയിട്ട് പറയുന്നത്, ഇന്നാണ് മോട്ടോറോള എഡ്ജ് 70 Pro ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോ തലേദിവസം എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ പ്രൈസ് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ പ്രൈസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിനെപ്പറ്റി പറയാം, ഇത് വർത്ത് ആണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും ഉറപ്പിച്ച് പറയാം, വർത്ത് ആയിരിക്കും എന്തായാലും. മോട്ടോറോള അങ്ങനെ ഒരു വെറുപ്പിക്കൽ ഫോൺ ഇത് ഇറക്കിയിട്ടില്ല. സ്പെസിഫിക്കേഷൻ നോക്കുമ്പോഴും കഴിഞ്ഞ മോഡലിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സോ പ്രൈസും കൂടും, എന്തായാലും 35,000 രൂപ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനേക്കാളും കൂടുമോയെന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും അടുത്ത ടെക് ന്യൂസിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറയുന്നതായിരിക്കും. പിന്നെ OnePlusൻ്റെ നോഡ് C6ഉം നോഡ് C6 ലൈറ്റ് എന്ന രണ്ട് മോഡലും ഈ വരുന്ന 7-ാം തീയതി, അടുത്ത മാസം 7-ാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള സ്പെക്ക് പറയുകയാണെങ്കിൽ, നോഡ് C6ലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ആണ് ചിത്രമായിട്ട് വരുന്നത്. 8000 mAh ബാറ്ററിയും വരുന്നുണ്ട്. നോഡ് C6 ലൈറ്റിലാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 7400 എന്ന പ്രോസറാണ് വരുന്നത്. 7000 mAh ബാറ്ററി ആ ഒരു ഫോണകത്ത് വരുന്നുണ്ട് കേട്ടോ. ഡിസൈൻ ആണെങ്കിൽ നോഡ് 6ൻ്റെ സെയിം ഡിസൈനാണ് നോഡ് C6ൽ വരുന്നത്. പക്ഷേ നോഡ് C6 ലൈറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു ടിപ്പിക്കൽ നോഡ് കാണാറില്ല. ആ ഒരു പഴയ സാംസങ്ങിൻ്റെ ഒക്കെ തന്നെ ക്യാമറ മൊഡ്യൂളൊക്കെ പോലുള്ള സെയിം ഡിസൈനാണ് നോഡ് C6 ലൈറ്റിൽ വരുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാവുന്ന മോഡലായിരിക്കും. നോഡ് C6 ലൈറ്റ് ആണെങ്കിൽ 20K റേഞ്ചിലും, മറ്റേ നോഡ് C6 ആണെങ്കിൽ 30K റേഞ്ചിലായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 25,000 രൂപയ്ക്ക് ഇറങ്ങിയ മോഡലാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും ആ പ്രൈസിന് എക്സ്പെക്റ്റ് ചെയ്യേ വേണ്ട, വില എന്തായാലും കൂടുന്നതായിരിക്കും. അപ്പോൾ 7-ാം തീയതിയാണ് ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പോക്കോയുടെ ഭാഗത്തു നിന്ന് 2 പുതിയ മോഡൽ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. പോക്കോയുടെ C81ഉം പോക്കോയുടെ C81X എന്ന മോഡലാണ്. രണ്ടും ഒരു 4G മോഡലാണ്. ഡിസൈനൊക്കെ ആണെങ്കിൽ ടിപ്പിക്കലായിട്ട് പോക്കോയുടെ ഫോൺസ് കാണാറുള്ള സെയിം ഡിസൈനാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഒരു ഫോണിൻ്റെ അകത്താണെങ്കിൽ 6300 mAh ബാറ്ററിയാണ് C81ൽ വരുന്നത്. C81Xലാണെങ്കിൽ 5200 mAh ബാറ്ററി ഒക്കെയാണ് വരുന്നത്. അപ്പം 23-ാം തീയതി എന്ന് പറയുമ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ ഷുവറായിട്ടും വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വിവോയുടെ V70 സീരീസിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട് കേട്ടോ. വിവോ V70യുടെ ആക്ച്വൽ പ്രൈസ് 45,999 ആയിരുന്നു. പക്ഷേ ഇനി തൊട്ട് 49,999 ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. 4,000 രൂപ ഈ ഒരു ഫോൺ കൂടിയിട്ടുണ്ട്. V70 Eliteൻ്റെ പ്രൈസ് ആണെങ്കിൽ 52,000 രൂപയാണ്. അതിനും 4,000 കൂടിയിട്ട് 55,999 ആണ് ഇനി തൊട്ട് അങ്ങോട്ട് കിട്ടുന്നത്. സോ നല്ലോണം വില കൂടിയിട്ടുണ്ട്. പിന്നെ വിവോയുടെ T5X 19,000 രൂപയ്ക്ക് ഇറങ്ങിയ മോഡലാണ്. ഇനി തൊട്ട് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വന്നിട്ട് 22,999, 23,000 രൂപ ആ ഒരു ഫോൺ കൊടുക്കേണ്ടി വരും. സോ എല്ലാ ഫോണും വില കൂടാണ്. ഇതേപോലെ തന്നെ ഐക്യു, വിവോയുടെ സബ് ബ്രാൻഡാണ് ഐക്യു. അപ്പോൾ ഐക്യുക്കും എന്തായാലും വില കൂട്ടണം. ഐക്യുയുടെ 15R 45,000 രൂപയായിരുന്നു ഉണ്ടായത്. ഇനി തൊട്ട് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് 47,000 രൂപയാണ്. സോ അതിനും പ്രൈസ് കൂടി. അതുപോലെ തന്നെ ഐക്യുയുടെ Z11Xനും സെയിം വിവോ T5Xന് കൂടിയ പോലെ സെയിം പ്രൈസും അതിനും കൂടിയിട്ടുണ്ട്. സോ അതന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി വാങ്ങിക്കോളൂ. ഇനി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത മാസം വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഫോൺസിന് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഉള്ളൊരു ഫോൺ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. അടുത്ത ഓഫറിൽ വില കുറയും എന്ന് കരുതി വിചാരിക്കേണ്ട. അടുത്ത ഓഫറിൽ വില കുറയും, ഈ കൂടിയ വില കുറയാനേ ചാൻസ് ഉള്ളൂ. അത് ഇതിനേക്കാളും വില കുറഞ്ഞ് ഒരിക്കലും കിട്ടത്തില്ല. കിട്ടും, കുറേ നാൾ കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വാങ്ങണം എന്ന് മൈൻഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് എന്തായാലും വാങ്ങാൻ നോക്കുക. കാരണം എല്ലാന്നുണ്ടെങ്കിൽ നല്ല ഓണം വില കൂടി. ഇപ്പം തന്നെ 4,000 രൂപയൊക്കെയാണ് ഈ ഒരു ഫോണൊക്കെ കൂടിയത്. ഓഫ്ലൈൻ സെൻട്രിക് മോഡലാണ്, നല്ലൊരു മോഡലാണ്, നല്ല ക്യാമറ ഒക്കെ വരുന്ന ഫോണായിരുന്നു. പക്ഷേ അതിനും വില കൂടിയിട്ടുണ്ട്. പിന്നെ ടെക്നോയുടെ പോപ്പ് എക്സ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ കഴിഞ്ഞ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 18,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. പോപ്പ് എക്സ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേരൊക്കെ പോപ്സ്, അഭിനവ് പോപ്സ് എന്നൊക്കെ ആയിരുന്നു ഉണ്ടായത്. ആ ഒരു സമയത്ത് ഈ ഒരു പേര് എല്ലാവരും ഇങ്ങനത്തെ ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യുന്ന പേരായിരുന്നു ഉണ്ടായത്. ഇപ്പൊക്കെയാണ് മാറിയത് കേട്ടോ. അപ്പോൾ ആ ഒരു പേരാണ് ഇപ്പോൾ ടെക്നോ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോപ്പ് എക്സ് ഒരു ഫോണിൻ്റെ പേരായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെക്ക് പറയുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്. ഡിമെൻസിറ്റിയുടെ 6400 ആണ് ചിത്രമായിട്ട് വരുന്നത്. 6500 mAh ബാറ്ററി, 45 വാട്ട് വയേർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 Hz IPS LCD ഡിസ്പ്ലേ ഒക്കെയാണ് ഈ ഒരു ഫോണകത്ത് വരുന്നത്. സോ 17,999 ആണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ OnePlusൻ്റെ 60 ഇപ്പോഴൊന്നും ഫോൺ ഇറങ്ങാനൊന്നും ആയിട്ടില്ല. പക്ഷെ അതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻസ് ഇപ്പോൾ പുറത്തുനിന്നിട്ടുണ്ട് കേട്ടോ.
ബേസിക് ആയിട്ടുള്ള സ്പെക്ക് ഒന്ന് പറയുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗന്റെ 888 Gen 6 Pro എന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. LPDDR6 റാം ടൈപ്പും UFS 4.1 സ്റ്റോറേജും വരുന്നുണ്ട്. 200 MB പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് ഈ ഒരു ഫോണിനകത്ത് ഉണ്ടാകും. 9000 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു മോഡലകത്ത് വരുന്നത്. സോ ഇപ്പോൾ ഉള്ള OnePlus 15 തന്നെ ദി ബെസ്റ്റ് ആണ് ആ പ്രൈസ് റേഞ്ചിൽ. അടുത്ത പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ എല്ലാ മോഡലും പോലെ നല്ല രീതിയിൽ അപ്ഗ്രേഡും ഈ ഒരു ഫോണിൻ്റെ അകത്തും എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. ഇതൊന്നും കൺഫേം ചെയ്ത് കാര്യമൊന്നുമില്ല കേട്ടോ, വെറുതെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്പെക്ക് മാത്രമാണ്. പിന്നെ ഹുവായുടെ പൂറ 90 എന്ന മോഡൽ കഴിഞ്ഞ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടോ. ഡിസൈൻ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും മാത്രം ഡിസൈൻ കിട്ടുന്നത്, നല്ല രസമുണ്ട് കേട്ടോ. പല ഫോൺസും ഹുവായുടെ പല ഫോൺസും ഭയങ്കര രസമാണ്. ഇന്ത്യയിലേക്ക് ഇനി ഈ ഒരു ഫോൺ വരാത്തോടാന്ന് അറിയത്തില്ല. ഇന്ത്യയിലുള്ള ഫോണൊന്നും അങ്ങനെ വലിയ നത്തിങ്ങിൻ്റെ ഒക്കെയാണ് നല്ല ഡിസൈനൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഓരോ ഫോണിനും ഓരോ വെറൈറ്റി ഡിസൈൻ ആണ് കൊടുക്കുന്നത്. നല്ല രസമുണ്ട് എല്ലാ ഡിസൈനൊക്കെ തന്നെ. അപ്പോൾ പേര് മാത്രമാണ് എപ്പോഴും തൊട്ടിത്തരുള്ളത്, പക്ഷേ ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ടെക് ന്യൂസാണ് നമുക്കിന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചാനൽ 20K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ. എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് റിപ്ലൈ തരാൻ കുറച്ചധികം വൈകി പോകുന്നുണ്ട്. സോ ഒന്ന് വിചാരിക്കരുത് ആരും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സൈനിങ് ഓഫ്, ബൈ.